നമ്മൾ ഈ പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയുന്നത് പോലെ ബംഗാളിൽ ഈ റിമാൽ ചുഴലിക്കാറ്റ് കര തൊട്ട് വലിയ മഴയും കാറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ തൊട്ടിപ്പുറത്ത് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗം രൂക്ഷമായി തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ടാണ്. അടുത്ത 2 ദിവസം കൂടി കനത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. രാജസ്ഥാനിലെ ഫലോദി അടക്കമുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷ താപനില 50 ഡിഗ്രിക്ക് അടുത്തെത്തി. രാത്രിയും താപനില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിർദ്ദേശം. തൗഫീഖിലേക്ക് വീണ്ടും. തൗഫീഖ്, 50 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ ഈ മരുഭൂമിയിലൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ചൂടാണ്. അപ്പോൾ ഉത്തരേന്ത്യയിൽ രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും പുതിയ അവസ്ഥ എന്താണ്? ഈ ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ എന്തൊക്കെ ജാഗ്രതാ മുന്നറിയിപ്പുകളും നടപടികളും ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് തൗഫീഖ്? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ചൂട് തന്നെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളത്. ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾ ജോലി ചെയ്യുന്നതിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തണമെന്ന നിർദ്ദേശവും കൂടി ഇപ്പോൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ദിവസം കൂടി കനച്ച ചൂട് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പ്. 50 ഡിഗ്രിക്ക് മുകളിലേക്ക് പലപ്പോഴും ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോകുന്നുണ്ട്. ഇതുകൊണ്ട് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ആളുകൾക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. രാത്രിയും താപനില ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഡൽഹിയിലും ഹരിയാനയിലും ഒപ്പം രാജസ്ഥാനിലും എല്ലാം ഉള്ളത്. രാവിലെയും ആ സ്ഥിതിയിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകില്ല. രാവിലെ പോലും 40 ഡിഗ്രിക്ക് മുകളിലാണ് ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചൂട്. അതുകൊണ്ട് അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉച്ചയോടുകൂടി ആകുന്ന സമയത്ത് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അത്രയധികം ചൂടായിരിക്കും ഡൽഹി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലുള്ളത്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത ആളുകൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പുറത്ത് ജോലിയെടുക്കുന്ന ആളുകളുടെ സമയങ്ങൾ ഉൾപ്പെടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. വലിയ രീതിയിലുള്ള താപനില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകിയിരിക്കുന്നത്. ജനങ്ങൾ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത്രയധികം രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ 50 ഡിഗ്രിക്ക് മുകളിൽ ഒരേ ടെമ്പറേച്ചർ ഇങ്ങനെ നിലനിൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഡൽഹി, ഹരിയാന, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ, UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.